ഇപ്പോ ടെക്നോളജിയിൽ മമ്മൂക്ക ഒത്തിരി മുൻപന്തിയിലേക്ക് ആളാണ്. ഇവിടെ ഇവിടെ ടെക്നോളജിയിൽ ഇപ്പൊ മമ്മൂക്ക മുൻപന്തിയിലേക്ക് ആളാണ്. ഇപ്പൊ ഒരു പുതിയ ഫോൺ ഇറങ്ങിയാലും മമ്മൂക്ക ആദ്യം സ്വന്തമാക്കും. അതേപോലെ സിനിമയുടെ ടെക്നോളജിയിൽ ഐമാക്സിൽ ഷൂട്ട് ചെയ്തൊരു സിനിമ മമ്മൂക്കയുടെ നമുക്ക് എപ്പോ കാണാൻ പറ്റും? അതിനു വേണ്ടി ഒരു ട്രൈ ചെയ്ത് ഫോണൊന്നും വലിയ ടെക്നോളജി അല്ല. ഇപ്പോൾ ഐമാക്സിൽ ഷൂട്ട് ചെയ്യാനായിട്ട് ആദ്യം ഒരു ഐമാക്സ് ക്യാമറ ഉണ്ടാവണം. ഐമാക്സ് ക്യാമറയൊന്നും അത്ര പോപ്പുലർ അല്ല. നോളനൊക്കെ ക്യാമറ ഉണ്ടാക്കിയിട്ടാണ് നല്ല രാജ്യം ഷൂട്ട് ചെയ്യുന്നത്. ശരി, അപ്പൊ പുള്ളി സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കഥ വന്ന് നമുക്ക് എടുക്കാം. ഇപ്പൊ മമ്മൂക്കയുടെ ഹോൾ കരിയറിൽ ഇപ്പൊ ഒരു 10,000-ന് മുകളിൽ സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. ഇവിടെ തന്നെ 10,000-ന് മുകളിൽ സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. ഒരു അറൗണ്ട് 500 സിനിമ മമ്മൂക്ക ചെയ്തു. പക്ഷെ ഈ പാട്രിയോട്ടിന്റെ ഏത് മൂമെന്റിലാണ് മഹേഷ് സാറ് കഥ പറഞ്ഞപ്പോ മമ്മൂക്ക് ഇത് ചെയ്യണം എന്ന് തീരുമാനിച്ചത്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു മൂമെന്റ് വെച്ചിട്ട് നമുക്കൊരു സിനിമ തീരുമാനിക്കാൻ പറ്റില്ല. ഒരു സിനിമയെ നമ്മളെ സംവിധായകൻ കഥ പറയുമ്പോൾ കഥാകൃത്ത് കഥ പറയുമ്പോഴല്ല പറയുന്നത്. സംവിധായകൻ കഥ പറയുമ്പോൾ നമുക്ക് സിനിമ കാണാൻ പറ്റിയെങ്കിൽ അത് നല്ല സിനിമയായിരിക്കും. അത് നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം സംവിധായകൻ നമ്മളെക്കാൾ മുമ്പേ ആ സിനിമ കണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം. ഈ സ്ക്രിപ്റ്റ് വായിച്ച് വീട്ടിൽ ഹോംവർക്ക് ചെയ്യും നമുക്ക് ഈ ക്യാരക്ടറിന് വേണ്ടി? എന്തോരം ഹോംവർക്ക് ചെയ്യും? ഹോംവർക്ക് ചെയ്യാൻ മാത്രം നമുക്ക് പിറ്റേ ദിവസം പരീക്ഷയൊന്നുമില്ലല്ലോ. സിനിമയ്ക്ക് ഇനിയും നമ്മളത് അറിയാതെ നമ്മുടെ മനസ്സിലും നമ്മുടെ തലയിലും ബുദ്ധിയിലും ഇന്റലക്റ്റിലും ഒക്കെ ഓടുന്ന ഒരു കാര്യമാണ്. ഹോംവർക്ക് ചെയ്യാനായിട്ട് നമ്മൾ നടക്കുമ്പോൾ ഹോംവർക്ക് ചെയ്യാം, രാത്രി എയറോപ്ലെയിൻ മറ്റേ എന്താ പറയുക മറ്റേ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിയിൽ പോയിരുന്നു പഠിക്കേണ്ട കാര്യമൊന്നും സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇല്ല. കാരണം നമുക്കിത് പരിചയമായ ഒരു കാര്യമാണ്. ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഓരോ കഥാപാത്രങ്ങളെ നമ്മൾ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് ആലോചിക്കാം. അതെപ്പോഴും ആലോചിക്കാം, എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. മമ്മൂക്ക തന്നെ നേരത്തെ പറഞ്ഞു, മറ്റു ഭാഷയിലുള്ള ആളുകൾ വലിയ തുക മുടക്കി വരുന്ന സിനിമ കേരളത്തിൽ വരുമ്പോൾ സ്വീകരിക്കപ്പെടും. ഞങ്ങളൊന്നും അത് ചെയ്താൽ സ്വീകരിക്കപ്പെടാറില്ലല്ലോ. ഇപ്പോൾ ഈ ഒരു സിനിമ 100 കോടിക്ക് മുകളിൽ പണം മുടക്കി മലയാളത്തിൽ സിനിമ തുടർച്ചയായി ഇറക്കാൻ കഴിയുന്ന നിർമ്മാതാക്കളെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമ സ്വീകരിക്കാൻ കഴിയുന്ന കാഴ്ചക്കാരെ ഒക്കെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഗെയിം ചേഞ്ചറായി ഇത് മാറും എന്ന് മമ്മൂക്കയ്ക്ക് തോന്നുന്നുണ്ടോ? അതല്ലേ പറഞ്ഞു കഴിഞ്ഞു. മമ്മൂക്കയുടെ വാമ്പയർ വരുമെന്ന് പേടിക്കണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരും. ഞെട്ടിക്കും. ഹോളിവുഡിലെ ഹ്യൂ ജാക്ക്മാൻ ഞെട്ടിപ്പോണം. പുള്ളി ചെയ്തതിൽ എന്റെ മൂവൊക്കെ നിങ്ങൾ ഹോളിവുഡ് വരെ പോകണ്ട, നമുക്ക് ഇവിടെ കൊണ്ട് തന്നെ തീർക്കാം. പിന്നെ ദുൽഖർ മമ്മൂക്കനെ പറ്റിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞു. മമ്മൂക്കയുടെ പറ്റിച്ചിട്ട് എവിടെ പോകാം? ലോകയില് ഞാൻ പറ്റിക്കും. ഒന്നുമില്ലേ? ഇത്ര കാര്യത്തിലോ ചോദ്യങ്ങളില്ല. ചോദിച്ചത് ചോദ്യം കൊണ്ട് തന്നെ അറിയില്ലേ? ഒന്നോ രണ്ടോ കൂടെ ആവും, ഇല്ലെങ്കിൽ വിളിക്കാം. ഇന്ത്യ മൊത്തം അപ്രീഷിയേറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു ആക്ടറാണ് ഫഹദ് ഫാസിൽ എന്ന ആക്ടറിനെ ഇന്ത്യ മൊത്തത്തിലുള്ളവര് പുള്ളിയുടെ ആക്ടിങ്ങിന് പ്രൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം മമ്മൂക്ക ആണെങ്കിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഫാഫ കംബാക്ക് നടത്തിയപ്പോൾ റീഎൻട്രി നടത്തിയപ്പോൾ മമ്മൂക്ക ചാപ്പാക്കുരിശിന്റെ ഫസ്റ്റ് ഷോട്ട് എന്തോ കണ്ടിട്ട് ആദ്യം പറഞ്ഞ സംഭവം ചെക്കൻ കാലനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് ഒരു ന്യൂസ് കേട്ടിട്ടുണ്ട്. അത് സത്യമാണെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പം ഫഹദ് ഫാസിലായിട്ട് ഈ സിനിമയിൽ 2 ലെജൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ സിനിമ, മൂന്നാമത്തെ സിനിമ പറ്റിയാണ്. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ചാക്കോച്ചനുണ്ട്, വളരെ മര്യാദക്കാരാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളെ കണ്ടും പറഞ്ഞതല്ലേ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിടിച്ച് നിർത്താവുന്നതേ ഉള്ളൂ. നമ്മള് കൈവിട്ട് പോകില്ല അവര്. നമുക്ക് ഒരു ചോദ്യം ഇവിടെ, മമ്മൂക്ക പറഞ്ഞ
അത് അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇവിടെ ആ, ആ. കേട്ടിട്ടുണ്ട്. അതായത് എനിക്ക് ഇനിയും അഭിനയിച്ച കൊതി മാറിയിട്ടില്ല. നിങ്ങളാണ് എന്നെ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ഒരുപാട് ഇനിയും കഥാപാത്രങ്ങൾ ചെയ്യാനുണ്ട്. സിനിമ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കണം നിങ്ങൾ രണ്ടുപേരെയും വെച്ചൊരു സിനിമ ചെയ്യണം. ഒരു എന്താ പറയുക, ഒരുപാട് സിനിമ എന്ന് പറഞ്ഞാൽ മമ്മൂക്ക അല്ല മോഹൻലാൽ എന്നൊരു മിത്തുണ്ട്. അപ്പം ഇനിയും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കഥാപാത്രങ്ങൾ ഉണ്ടോ എന്ന് സംശയമാണ്. മമ്മൂക്ക എത്രത്തോളം എനിക്ക് സംശയമൊന്നുമില്ല, ഉണ്ട്. ഞാനിന്ന് ഇപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞു. ഞാനിന്നൊരു യൂത്ത് എന്ന് പറഞ്ഞൊരു സിനിമയുടെ സക്സസ് മീറ്റ് കണ്ടു. ഒരുപാട് പിള്ളേർ സംസാരിച്ചു. അതിലൊരാൾ വന്ന് സംസാരിക്കുമ്പോൾ അവന് സന്തോഷവും വരുന്നു, സങ്കടവും വരുന്നു. ഞാൻ സിനിമയിൽ നന്നാവില്ല, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടില്ല, എൻ്റെ അച്ഛൻ എന്തിനാണ് വെറുതെ പോകുന്നത്, നിന്നെ കളിയാക്കാനാണ് വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇയാൾക്ക് ഈ സിനിമയിൽ ചാൻസ് കിട്ടിയെന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര ഇമോഷണലായി പോകുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. ഞങ്ങൾക്കൊന്നും അങ്ങനെ ഒരു മൊമെൻ്റേ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സിനിമ വന്നതിന് ശേഷം സിനിമയിലുണ്ടെന്ന് അറിയുന്ന കാലത്ത് സിനിമ അഭിനയം തുടങ്ങിയവരാണ്. ആ എക്സൈറ്റ്മെൻറ്റ്, ആ ആർത്തി, ആ ആഗ്രഹം, ആ ചെറുക്കനോട് ഇത്രത്തോളം ആഗ്രഹമുണ്ടോ അതിപ്പോഴും എനിക്കുണ്ട്.